പാറമേക്കാവ് വീണ്ടും രൂപങ്ങളിലേക്ക് അയോധ്യാപതി ശ്രീരാമൻ രാമലല്ല ഇതാ തെളിയുന്നു. അയോധ്യാപതി ശ്രീരാമൻ. അയോധ്യയിൽ ശ്രീരാമ പട്ടാഭിഷേകം നടന്ന് ദിവസങ്ങൾക്കിപ്പുറം തൃശൂർ പൂരനഗരിയിൽ നേരത്തെ നമ്മൾ കണ്ടത് ആഞ്ജനേയ സ്വാമി സമേതനായ ശ്രീരാമനെങ്കിൽ ഇതാ രാമലല്ലേ ബാലരാമനെ നമ്മൾ കാണുകയാണ്. നിറഞ്ഞാടുകയാണ് രാമരൂപം. തിരുവമ്പാടി ഇതാ രാമരൂപത്തിലേക്ക്. രാമലല്ല, പരസ്പരം രാമവിഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പാറമേക്കാവും രാമലല്ല, തിരുവമ്പാടിയും രാമലല്ല. അയോധ്യാപുരി ശ്രീരാമ പട്ടാഭിഷേകത്താൽ എത്രത്തോളം ശോഭിതമായോ, എത്രത്തോളം പുണ്യഭൂമിയായി മാറിയോ, ആ പുണ്യഭാവങ്ങളെ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് രാമന്റെ രൂപത്തിൽ, ബാലരാമന്റെ രൂപത്തിൽ, ആ കണ്ണുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഭക്തിയുടെ ഏറ്റവും മഹത്തായ രൂപത്തിലേക്ക് ബാലരാമനെ കുത്തിവെച്ചുകൊണ്ട് അരുൺ യോഗിരാജ് എന്ന മഹാശില്പി മനോഹരമാക്കി കൃഷ്ണശ്രീയിൽ പടുതുയർത്തിയ അയോധ്യയിലെ രാമലല്ല ഇതാ പുനരവതരിക്കുന്നു. പൂരപ്പറമ്പിൽ വടക്കുന്നാഥന് മുന്നിൽ തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ചിത രാമലല്ലയെ വ്യത്യസ്ത രൂപങ്ങളിൽ, വ്യത്യസ്ത അലങ്കാരങ്ങളിൽ, ബാണം വിക്ഷേപിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന രാമനെ തന്നെയാണ് അവിടെ ഉള്ളത്. രാമ കോദണ്ഡ രാമ, ബാലരാമ എന്ന വിളികൾ ഉയരുകയാണ്. മധുവേട്ട, രാമൻ നിറഞ്ഞു നിൽക്കുന്നു. ശത്രുനിഗ്രഹത്തിനായി ബാണം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ശ്രീരാമനെ ഇതാ തേക്കിൻകാട്ടിന് മുന്നിൽ മാനത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. രാമമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരു നേരത്തിലേക്ക് കുടമാറ്റം മാറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ദിലീഷ്, ഇപ്രാവശ്യം ടീമിൽ എന്തായാലും രാമൻ കടന്നു വരും. കാരണം ആ വിശ്വാസികളുടെ ആ സന്തോഷത്തെ അതിനെ പൂർണ്ണമായും കൊത്തിയെടുക്കുന്നു. തൃപ്രയാറപ്പനെ കാണാതെ എങ്ങനെ വടക്കുന്നാഥന് ഈ കുടമാറ്റം പൂർത്തിയാക്കാൻ കഴിയും മധുവേട്ട? തൃപ്രയാറപ്പൻ തൊട്ടടുത്ത് കിടക്കയല്ലേ? തൃപ്രയാറപ്പനല്ലേ അയോധ്യാപതി രാമൻ? അയോധ്യയിലെ ബാലരാമനുമെല്ലാം ഒരേ ചൈതന്യമല്ലേ, ഒരേ ദർശന സുഖമല്ലേ ഭക്തന് നൽകുന്നത്? അത് വടക്കുന്നാഥന് മുന്നിൽ നിറഞ്ഞാടിയില്ലെങ്കിൽ പിന്നെ എന്ത്? വടക്കുന്നാഥൻ ഈ ഉണ്ണിരാമൻ എന്നൊരു സങ്കല്പം സത്യത്തിൽ നമുക്ക് മലയാളികൾക്ക് കുറവായിരുന്നു. നമുക്ക് ഈ സീതയെ മോചിപ്പിക്കാൻ പോകുന്ന ഒരു രാമനെയാണ് പരിചയം. പക്ഷേ ഇവിടെ കുടമാറ്റത്തിൽ ഈ കുടയിൽ രാംലല്ല ഉണ്ണിരാമനെയാണ് കൊത്തിവച്ചിട്ടുള്ളത്. ആ ശ്രീരാമ മന്ത്രം മുഴങ്ങട്ടെ എന്ന് ഓരോരുത്തരെ കൊണ്ടും തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആനപ്പുറത്തേക്ക് കുടമാറ്റത്തിലേക്ക് ശ്രീരാമനെ കൊണ്ടുവരുന്നത്. അതിൽ ഒരു വിഭാഗം വളരെ കൃത്യമായി മാനത്തേക്ക് രാമബാണം എയ്തുവിടാൻ നിൽക്കുന്ന ചിത്രം കൂടിയുണ്ട്. അത് രാവണ നിഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് നാം കരുതുന്നു. അതിനപ്പുറത്ത് എന്തൊക്കെ ഉദ്ദേശിക്കുന്നു എന്നത് ഈ നിമിഷം പറഞ്ഞുകൂടെ. പക്ഷെ കാഴ്ചയുടെ പരമാനന്ദത്തിലേക്ക് ഇതാ തേക്കിൻകാട് പകരമായി ഇതാ വീണ്ടും വർണ്ണക്കുടകൾ ഗജവീരന്മാരുടെ ശിരസിലേക്ക് കയറുകയാണ്. അങ്ങനെ ഒരേ സമയം രണ്ട് വിഭാഗത്തിൽ ഒരേ രൂപങ്ങൾ കണ്ടുവന്ന കൗതുകം കൂടി ഈ കുടമാറ്റത്തിലുണ്ട് മധുവേട്ട. ഒരേ സമയം ഇരുവിഭാഗത്തും അയോധ്യാപതി ബാലരാമനെ നമ്മൾ കണ്ടെങ്കിൽ ഇപ്പോൾ പാറമേക്കാവ് രാമൻ പിൻവാങ്ങുന്നു. പകരം ഇതാ വർണ്ണക്കുടകൾ, കുങ്കുമ രക്തവർണ്ണമാർന്ന കുടകൾ, സ്വർണ്ണശോഭയാർന്ന കുടകൾ, സ്വർണ്ണലുക്കുകൾ നിറഞ്ഞാടുന്ന കുടകൾ. പാറമേക്കാവ് തിരുവമ്പാടിയിൽ ഇനിയുണ്ട്. രാമന് പകരമായി വരുന്നുണ്ട്. കുടയാണോ, വർണ്ണക്കുടയാണോ, മറ്റൊരു രൂപമാണോ? ഇതാ ആർത്തിരമ്പുകയാണ് ജനക്കൂട്ടം. വീണ്ടും രൂപം തന്നെയാണ് തിരുവമ്പാടി. വീണ്ടും വിളക്കാണ്, കത്തി ജ്വലിക്കുന്ന വിളക്കിന്റെ രൂപമാണ് തിരുവമ്പാടി. രാമന് പിന്നാലെ ജ്വലിച്ച പ്രഭയേകുന്ന ഈ ഇരുട്ടിനെ മറയ്ക്കുന്ന പ്രകാശമായി ലോകത്താകമാനം തിളങ്ങുന്ന എത്ര സുന്ദരമായ കാഴ്ചകൾ! തിരുവമ്പാടിയിൽ ഓം നമഃശിവായ എന്നെഴുതി ആ ഗോപുരത്തിന് മുന്നിൽ ഇതാ നിറഞ്ഞാടുകയാണ്, നിറഞ്ഞു തുളുമ്പുകയാണ്. വിളക്കുകളുമായി ദീപപ്രോജ്വലനം തിരുവമ്പാടി. ഈ കത്തി നിൽക്കുന്ന നിലവിളക്കുകളുണ്ടല്ലോ, ആ നിലവിളക്കുകൾ ഈ അന്ധകാരത്തെ മാറ്റാൻ പ്രാപ്തമാണ് എന്ന ഒരു പ്രഖ്യാപനം ഇതുവഴി തിരുവമ്പാടി നടത്തുന്നുണ്ട്. 5 തിരിയിട്ട ഈ വിളക്കുകൾ 5 ഇന്ദ്രിയങ്ങൾക്കും സമ്മാനിക്കുന്നതാണ്. ആ വിളക്കുകൾക്കപ്പുറത്ത് ആ നടമേളത്തിൻ്റെ ആ അകമ്പടിയിലാണ് ഈ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നത്, തെളിഞ്ഞു കത്തുന്നത്. ഈ പുതിയ സാങ്കേതിക വിദ്യ ഓരോന്നും എത്ര സമർത്ഥമായി ഉപയോഗിക്കാൻ കാത്തുനിന്ന നിമിഷങ്ങളിലൊന്ന്
മനസ്സ് നിറയ്ക്കുന്ന നിമിഷങ്ങളിലൊന്ന്. ഇതാ ഈ നിമിഷം ഓരോരുത്തരും കാത്തിരുന്ന നിമിഷം. ആ ആകാശത്തിനപ്പുറത്ത് ഒന്ന് അസ്തമിച്ചു പോയല്ലോ എന്ന് സൂര്യൻ പോലും ഖേദിക്കുന്ന നിമിഷം. നക്ഷത്രങ്ങളെ, ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ പ്രഭ കുറഞ്ഞു പോകുന്നു തൃശ്ശൂരിൽ. ഉത്രം നക്ഷത്രം ഒരു നിമിഷമെങ്കിലും ഇപ്പോൾ തേക്കിൻകാട്ടിന് മുന്നിൽ പ്രഭയറ്റ് നിൽക്കുന്നുണ്ട്. കാരണം തിരുവമ്പാടി 5 തിരിയുള്ള വിളക്കുകൾ ആകാശത്തേക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു.